മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിന്റെ പല 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 അർത്ഥങ്ങൾ വ്യാഖ്യാനങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഒരു കാര്യം എന്ന് പറയട്ടെ, അതിൽ ഒരു കാര്യം എന്ന് പറയും ദൈവത്തിലേക്ക് തിരിയുക. ആമേൻ, സ്തോത്രം. നമ്മുടെ മുഖത്തെയും നമ്മുടെ ഹൃദയത്തെയും പൂർണ്ണമായി ദൈവത്തിലേക്ക് തിരിക്കുന്നതാണ് മാനസാന്തരം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും ലോകത്തിന്റെ പാപ സ്വഭാവങ്ങളിൽ നിന്നും ഒരു വ്യക്തി ദൈവത്തിലേക്ക്, അവന്റെ ഹൃദയത്തെ ദൈവത്തിലേക്ക്, അവന്റെ മനസ്സിനെ ദൈവത്തിലേക്ക്, അവന്റെ ചിന്തകളെ തിരിക്കുമ്പോഴാണ് യഥാർത്ഥമായ മാനസാന്തരം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്. യഥാർത്ഥമായ മാനസാന്തരം ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ അവന്റെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ പകരുവാൻ ഇടയായി തീരും. അപ്പോൾ ഒന്നാമത്തെ മാനസാന്തരം. രണ്ടാമത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ രണ്ടാമത് ചെയ്യേണ്ടത് വിശ്വസിക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഗലാത്യർ 3:14 വായിച്ചത് ഇങ്ങനെയല്ലേ? ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ, പ്രാപിപ്പാൻ തന്നെ. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? എന്റെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകരും, ഞാൻ ആത്മാവിനാൽ നിറയപ്പെടും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് നിങ്ങളുടെ മേൽ ആത്മാവിനെ പകരുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. യേശു യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 35-37 മുതൽ വാക്യങ്ങൾ ഇതിങ്ങനെയും പറഞ്ഞത്. യേശു ആ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് യെരൂശലേമിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ആമേൻ. ആരുടെ ഉള്ളിൽ നിന്ന് ജീവജലത ഒഴുകുന്നത്? ആരുടെ ഉള്ളിൽ നിന്ന് ജീവജലത ഒഴുകുന്നത്? വിശ്വസിക്കുന്ന ആരുടെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ഈ ജീവജല നദി ആരാ? ഈ ജീവജല നദി അഭിഷേകമാണ്, പരിശുദ്ധാത്മാവാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അകത്ത് നിന്നും ആ ജീവജല നദികൾ ഒഴുകി തുടങ്ങിയാൽ അതിനെ പറയുന്ന പേരാണ് അനുഗ്രഹം. ആമേൻ, സ്തോത്രം. ശാപമല്ല, നീ ഒരു അനുഗ്രഹമായി തീരും. എങ്ങനെ? ജീവജല നദികൾ ഒഴുകണം. എവിടെ നിന്ന് ഒഴുകണം? ഉള്ളിൽ നിന്ന് ഒഴുകണം. യേശുവിനെ വിശ്വസിച്ച് സ്വീകരിച്ചവരാണല്ലോ നിങ്ങൾ എല്ലാവരും. യേശു ഉള്ളിൽ നിന്നും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പോൾ യേശു നമ്മുടെ അകത്ത് വന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നു. ഹല്ലേലൂയ. ഇനി നമ്മൾ വിശ്വസിക്കേണ്ടത് ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് നമ്മുടെ മനസ്സ്, നമ്മുടെ ദേഹി, നമ്മുടെ ശരീരം മുഴുവനും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരളവിലേക്ക്. ആമേൻ, സ്തോത്രം. അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴാണ് അവർ പുതിയ ഭാഷകളിൽ സംസാരിക്കുന്നത്, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത്. അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴാണ് നിന്റെ വീട്ടിനകത്ത് നിന്ന് പൈശാചിക ശക്തികൾ ഇറങ്ങിപ്പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ശാപശക്തികൾ ഒഴിഞ്ഞു മാറണമെങ്കിൽ വീട്ടിനകത്ത് നീ കയറുമ്പോൾ അഭിഷേകത്തെ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് നിറഞ്ഞ് നീ ഇതിനകത്ത് നിന്ന് പുറത്തു പോയാൽ നീ വീട്ടിനകത്ത് കാൽ ചവിട്ടുമ്പോൾ ശാപം കെട്ടികൾ പോട്ടും പൈശാചിക ബന്ധനങ്ങൾ അടിയും, മന്ത്രവാദങ്ങൾ കത്തി ഭയപ്പെടും. അതിന് വ്യാപരിക്കുന്ന ദൈവശക്തിയോ നീ നിറയണം. അഭിഷേകത്താൽ നിറയണം, പരിശുദ്ധാത്മാവിനാൽ നിറയണം. നിറയുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 മാനസാന്തരപ്പെടുക, 2 വിശ്വസിക്കുക, 3 നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞതുപോലെ ചോദിക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്തോ ചോദിക്കണം? പരിശുദ്ധാത്മാവിനെ ചോദിക്കണം, അന്വേഷിക്കണം. എന്തിനെ അന്വേഷിക്കണം? പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കണം. എന്തിനു വേണ്ടി യാചിക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കണം. എന്തിനു വേണ്ടി മുട്ടണം? പരിശുദ്ധാത്മാവിന് വേണ്ടി മുട്ടണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ്. അധികം പകരണം, അധികം. ഇങ്ങനെ പരിശുദ്ധാത്മാവിന് അല്പമായിട്ടല്ല ദൈവം നൽകുന്ന, അധികമായിട്ടാണ്. ചോദിക്കുന്നവർക്ക് എത്രയധികം നൽകും? എത്രയധികം നൽകും. അതല്ലേ, എത്രയധികം നൽകും. ആമേൻ, സ്തോത്രം. മത്തായി ഭാഗം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന് എത്ര അധികം നൽകുമെന്നല്ല, നന്മ എത്രയധികം നൽകും. അനുഗ്രഹം, നന്മ, അനുഗ്രഹം എത്രയധികം നൽകും. ലൂക്കോസ് ആ നന്മയെ കണ്ടത്, ആ അനുഗ്രഹത്തെ കണ്ടത് പരിശുദ്ധാത്മാവിലാണ്.
ആമേൻ, സ്തോത്രം. ഞാൻ പറയാം, ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവാണ്. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളത് ചോദിച്ചാൽ നിങ്ങളുടെ മേൽ അധികം പകരം, നിങ്ങൾ വിശ്വസിച്ചാൽ അധികം പകരം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന രോഗബന്ധനങ്ങൾ പിന്നെ ഇരിക്കത്തില്ല. അഭിഷേകത്തിന്റെ നിറവിൽ ഒരു വ്യക്തി വന്നാൽ രോഗങ്ങൾ നിന്റെ ശരീരത്തിൽ ഇരിക്കത്തില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നീ മാറ്റപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ മന്ദിരമായ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി തീരേണ്ടതിന്റെ ശരീരത്തെ നശിപ്പിക്കുവാൻ രോഗാണുക്കൾ, വൈറസുകൾ അല്ലെങ്കിൽ ബാക്ടീരിയകൾ, ഏതെങ്കിലും തരത്തിലുള്ള രോഗാത്മാക്കൾ നിന്റെ ശരീരത്തിൽ കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ നീ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയുമ്പോൾ പിന്നെ നിന്റെ ശരീരത്തെ പിടിച്ചു വയ്ക്കുവാൻ ഒന്നിനും കഴിയത്തില്ല. ഞാൻ പറഞ്ഞത്, ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നിങ്ങൾ വിശ്വാസത്താൽ പ്രാപിക്കണം. അപ്പോഴാണ് അബ്രഹാമിന്റെ അനുഗ്രഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, പാസ്റ്ററെ, ബ്രദറെ, ഈ ഭൂമിയിൽ നമുക്ക് മറ്റൊന്നും വേണ്ടേ? പണം വേണ്ടേ? സമ്പത്ത് വേണ്ടേ? വീട് വേണ്ടേ? ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വേണ്ട സകല നന്മകളും സ്വർഗം നിങ്ങളുടെ മേൽ പകരുവാൻ ഇടയായിരിക്കും. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ പ്രാപിച്ചിരിക്കും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അതായത് പത്രോസും ശിഷ്യന്മാരും എന്തെങ്കിലും പണം കൊണ്ടാണോ ആ മർക്കോസിന്റെ മാളികമുറിയിൽ അവർ കയറിപ്പോയത്? അല്ല. ശൂന്യമായ കരം. അവരുടെ മേൽ നിക്ഷേപങ്ങളൊന്നുമില്ല. അവർക്ക് പറയുവാൻ ഒരു സ്വത്തുമില്ല, സമ്പാദ്യവുമില്ല. അവർ മർക്കോസിന്റെ മാളികമുറിയിൽ കയറിപ്പോകുമ്പോൾ ഹല്ലേലൂയ, അവരുടെ ശൂന്യകരങ്ങളുമായാണ് കയറിപ്പോയത്. അവർ പുറത്തിറങ്ങി വരുമ്പോഴും അവരുടെ കരം ശൂന്യമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതല്ലേ പഠിപ്പിക്കുന്നത്. 40 വർഷം മുടന്തനായ മനുഷ്യനെ കണ്ടപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, പൊന്നും വെള്ളിയും എനിക്കില്ല. ഇല്ലാത്തത് കൊണ്ടാ പറഞ്ഞത്. പക്ഷെ മറ്റൊന്നുണ്ട്. മർക്കോസിന്റെ മാളികമുറിയിൽ നിന്ന് അവിടെ മേൽ പകരപ്പെട്ട ഒരു അഭിഷേകം, ഒരു ശക്തി, ഒരു ധൈര്യം, ഒരു ആത്മബലം അവിടെ മേൽ വെളിപ്പെട്ടു. ആ നിമിഷം അവൻ കൈ കൊടുത്ത 40 വർഷം മുടന്തനായ മനുഷ്യന് ഒറ്റ സെക്കൻഡ് കൊണ്ട് എഴുന്നേൽപ്പിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ സ്തോത്രം പറ. ഹല്ലേലൂയ. നല്ലതുപോലെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കും. നല്ലതുപോലെ കരമടിച്ച് അഭിഷേകത്തെ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. പൊന്നും വെള്ളിയും നിന്റെ കരത്തിലില്ലെങ്കിലും, സമ്പത്ത് നിന്റെ കരത്തിലില്ലെങ്കിലും, ധനവും മാന്യതയും നിന്റെ കരത്തിലില്ലെങ്കിലും, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ ഈ ലോകത്തിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ ദൈവപ്രവൃത്തികൾ നിന്നിലൂടെ വെളിപ്പെടും. അസാധാരണമായ ചില സംഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. അതോടെ നിന്റെ സാഹചര്യങ്ങൾ മാറി മറിയുവാനിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ പത്രോസിനെ അടിപ്പിക്കാൻ ശരിക്കും കൊള്ളത്തില്ല. പക്ഷേ ഹല്ലേലൂയ, അഭിഷേകം അവന്റെ മേൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവൻ ആൾ മാറിയവനായി തീരുകയാണ്. അവന്റെ രൂപവും ഭാവവും സ്വഭാവവും ഹല്ലേലൂയ, അവന്റെ വാക്കുകളെല്ലാം മാറി. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ വാക്കുകൾ മാറും, നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ ചിന്തകൾ മാറും. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് മാറ്റം വരും. അല്ലെ, സകല മേഖലകളെയും മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, അഭിഷേകം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വേണം. ഒന്ന് പറ, പരിശുദ്ധാത്മാവിനെ വേണമോ? പരിശുദ്ധാത്മാവിനെ നിറയണമോ? നിങ്ങൾക്ക് നിറഞ്ഞാൽ എല്ലാ അവസ്ഥകളും മാറുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ശൂന്യതയാ കരമായി അവർ കയറിപ്പോയി. 2-ാം അധ്യായത്തിൽ ആത്മാവിൽ നിറഞ്ഞവർ പുറത്തു വന്നു. 3-ാം അധ്യായത്തിൽ ഇന്ന് ഇത്രയും മെഡിക്കൽ സയൻസ്, ഇത്രയും ഭയങ്കരമായി പുരോഗതി അനുഭവിക്കുന്ന ഈ ആണ്ട്, ഈ നൂറ്റാണ്ട്, അല്ലെങ്കിൽ ഈ ആണ്ട് ഞാൻ ചോദിക്കട്ടെ, 40 വർഷമായി മുടന്തനായ ഒരു മനുഷ്യനെ കരത്തിൽ കിട്ടിയാൽ ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ മുടന്ത് മാറ്റാൻ ഏത് ഡോക്ടറുണ്ട്? ഏത് ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്? ഏത് സർജറി ഡോക്ടർ ഉണ്ട്? ഇല്ല, ഒരു സർജനും കഴിയത്തില്ല, ഒരു ഓർത്തോ ഡോക്ടറും കഴിയത്തില്ല. പക്ഷെ ഒറ്റ വാക്കുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. ഒറ്റ വാക്കുകൊണ്ട് അഭിഷേകത്തെ നിറഞ്ഞപ്പോൾ ഒറ്റ വാക്കുകൊണ്ട്, ഹല്ലേലൂയ, ഒറ്റ വാക്കുകൊണ്ട് 40 വർഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മുടന്തനായി ജനിച്ച ആ മനുഷ്യൻ തുള്ളിച്ചാടി നടക്കുകയാണ്. അവൻ
മടന്തനായിട്ടല്ല, പകുതി സൗഖ്യമായിട്ടവനല്ല, പൂർണ്ണ സൗഖ്യമുള്ളവനായി അവൻ തുള്ളിച്ചാടിക്കൊണ്ട് അവൻ ദേവാലയത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കണ്ടിരുന്ന ജനം മുഴുവനും പത്രോസിന്റെ ഓടിക്കൂടി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ജനമങ്ങ് പെരുകുവാൻ തുടങ്ങി, വിശ്വാസികളുടെ എണ്ണം അങ്ങ് പെരുകുവാൻ തുടങ്ങി. 3-ാം അധ്യായം കഴിഞ്ഞ് 4-ാം അധ്യായമൊക്കെ എത്തുമ്പോൾ ഹല്ലേലൂയ, ഒന്നിനും അവർക്ക് മുട്ടുണ്ടായില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, അനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങി. അഭിഷേകം ചലിച്ചപ്പോൾ അഭിഷേകമാണ് കുടിലിൽ കിടക്കുന്നവനെ കൊട്ടാരത്തിൽ എത്തിച്ചത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. പഴയ നിയമത്തിലെ ഒരു മനുഷ്യൻ നമുക്കറിയാലോ, ദാവീദ് എന്നാണ് പേര്. അപ്പൻ തള്ളിക്കിടന്ന് അമ്മയും ഉപേക്ഷിച്ചു, അമ്മയും അപ്പനും ഉപേക്ഷിച്ചെങ്കിലും യഹോവയായ ദൈവം അവനെ ചേർത്തുകൊണ്ടെന്ന സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവനെ തള്ളിക്കളഞ്ഞു, സഹോദരന്മാർ അവനെ തള്ളിക്കളഞ്ഞു. അവന്റെ ജോലി കാട്ടിൽ ആട് മേയ്ക്കുക എന്നതാണ്. കാട്ടിൽ മാത്രം ഒതുങ്ങേണ്ടവന് കൊട്ടാരത്തിനകത്ത് സിംഹാസനത്തിൽ കയറ്റിയിരുത്തിയത് മറ്റൊന്നുമല്ല, സ്വർഗത്തിൽ നിന്ന് പകരപ്പെട്ട അഭിഷേകമാണ്. ഇന്ന് രാത്രി അഭിഷേകം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിനാൽ നീ നിറഞ്ഞാൽ, ഒന്ന് നല്ലതുപോലെ സ്തോത്രം ചെയ്തോ. ഇന്ന് രാത്രി അഭിഷേകത്താൽ നിറയുക. അത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, അഭിഷേകത്താൽ നിറയുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക. കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുക. ഇവിടെയിരിക്കുന്ന അമ്മമാരും സഹോദരിമാരും അഭിഷേകത്താൽ നിറഞ്ഞ നിന്റെ കരം ഒരു അത്ഭുതമായി തീരും, നിന്റെ ശബ്ദം ഒരു അത്ഭുതമായി തീരും, നിന്റെ വാക്കുകൾ ഒരു അത്ഭുതമായി തീരും, നിന്റെ നോട്ടം ഒരു അത്ഭുതമായി തീരും, നിന്റെ നിഴൽ ഒരു അത്ഭുതമായി തീരും. നിന്റെ ശബ്ദത്തിനകത്ത് വിടുതലുകൾ നടക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ആമേൻ. കരമുയർത്തി നമ്മുടെ സ്തോത്രം ചെയ്തേ. ആമേൻ, ആമേൻ. അപ്പോൾ അഭിഷേകത്തിൽ നടന്നാൽ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്, ഞങ്ങൾ വിടുവിക്കപ്പെടുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞേ.